ഡബ്ലിൻ മല്ലു വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമുക്ക് കുറേ അധികം ഫോളോവേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ടൊരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃപാസനം ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് 19 മെമ്പേഴ്സൊക്കെ വന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ. സോ എല്ലാവർക്കും ഒത്തിരി സന്തോഷം. നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്ന് നമ്മുടെ കൃപാസന അനുഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പ്രയർ റിക്വസ്റ്റുകളൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട് അല്ലേ. സോ വലിയൊരു സന്തോഷമാണ് അത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ത്യൻ ടൈം 8 PM ഒരു കോള് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവർക്കും കൂടെ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു ഓൾ. ഓക്കെ, അതാണ് നമ്മളിപ്പം നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ട് കുറച്ച് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങളും സഹോദരികളൊക്കെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൃപാസന ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടി എടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് അതിനോട് അനുബന്ധിച്ചുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അതിൽ ചോദിച്ച ഒരു ഡൗട്ട് ഇതായിരുന്നു. അവർക്ക് സാധാരണ ഇപ്പം ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ ബൈബിള് വായിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ബൈബിള് എങ്ങനെയാണ് എവിടെയാണ് കിട്ടണേ, അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ട് കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ശ്രീജിത്തിനെ പോലെ പട്ടാളക്കാരനൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ബൈബിളൊക്കെ കിട്ടാനൊക്കെ പ്രയാസമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം അവർക്ക് ഈ ഉടമ്പടിയോട് അനുബന്ധിച്ച് തന്നെ ബൈബിൾ വായിക്കേണ്ടതും അല്ലെങ്കിൽ വചനങ്ങൾ വായിക്കേണ്ടതായിട്ടുള്ള നിബന്ധന അതിനകത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ജസ്റ്റ് എന്നൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബൈബിളിൻ്റെ വചനങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ബൈബിളിൻ്റെ അധ്യായങ്ങൾ വായിച്ച് ധ്യാനിക്കുക എന്നൊക്കെ ഉള്ളത് കൃപാസന ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെയാണ്. ആളുകൾ അങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പം എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ ബൈബിൾ വചനങ്ങൾ നോക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൃപാസന ഉടമ്പടിയോട് അനുബന്ധിച്ച് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് കുറേ വചനങ്ങൾ നമ്മൾക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. സാറ് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഉടമ്പടിയോടനുബന്ധിച്ച് നമ്മൾ വായിച്ചിരിക്കേണ്ട വചനങ്ങളും വായിച്ച് ധ്യാനിക്കേണ്ട വചനങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് ക്ലാസ് എടുത്ത് നമ്മൾക്ക് തരുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ആ ലിസ്റ്റ് ഇല്ല, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് അത് ഞാൻ കൊണ്ടുവന്നില്ല, നാട്ടിലത് മിസ്സായിപ്പോയി. സോ ഏതൊക്കെ വചനങ്ങളാണെന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല സത്യം പറഞ്ഞിട്ടുണ്ട്. കാരണം കുറേ വചനങ്ങൾ നമ്മളോട് അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഒക്കെ നമുക്ക് നമ്മുടെ ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇപ്പം സാധിക്കത്തില്ല. അപ്പം ആ ലിസ്റ്റ് കിട്ടിയതിന് ശേഷം ഞാനത് ഇടുന്നതായിരിക്കും. പക്ഷേ ഈ ബൈബിള് നമ്മൾ കയ്യിലില്ലാന്ന് വിചാരിച്ച് നമുക്ക് ബൈബിള് വായിക്കാൻ പറ്റില്ല എന്നില്ല കേട്ടോ. കാരണം നമ്മൾക്ക് ഇപ്പം ഒത്തിരി ആപ്പുകളും അല്ലെങ്കിൽ ഓൺലൈൻ ബൈബിളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആക്ച്വലി ബൈബിള് കൊണ്ടുവന്ന് വരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ബാഗിലായിരുന്നു ബൈബിൾ വെച്ചായിരുന്നു ആക്ച്വലി. സോ അതിനകത്ത് വെയിറ്റ് കൂടിയ സമയത്ത് എനിക്ക് ബൈബിൾ എടുത്ത് മാറ്റേണ്ടതായിട്ടൊരു ഇത് വന്നിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി പോയിരുന്നു. ഒരു മലയാളം ബൈബിൾ ഞാൻ കൊണ്ടുവന്നിരുന്നു, പക്ഷെ അത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ. ഓക്കെ, ബട്ട് എനിവേ ഞാൻ ഇവിടെ വന്നപ്പോൾ സാഡായിരുന്നു. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ ബൈബിൾ വായിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം ഞാനങ്ങനെ ബൈബിൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്ത സമയത്ത് എനിക്കൊരു ആപ്പ് അതിനകത്ത് കിട്ടി. ഏതാണ് POC ബൈബിൾ. നമ്മുടെ ബൈബിൾ POC കത്തോലിക്സിൻ്റെ ബൈബിൾ POC ബൈബിളാണ്. അപ്പം POC ബൈബിളിൻ്റെ ഒരു ആപ്പ് നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. സോ ആ ആപ്പ് നമുക്ക് ശരിക്കും നമ്മൾ ബൈബിൾ പോലെ തന്നെയാണ് ആക്ച്വലി. ഓരോ അധ്യായങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്ക് ഏത് അധ്യായമാണോ വായിക്കേണ്ടത് ആ അധ്യായം എടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ വചനങ്ങളും നമ്പറിട്ട് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ. നമുക്ക് ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ആപ്പാണ് അത്. ബൈബിൾ വായിക്കേണ്ടവർക്ക് നമുക്ക് വായിക്കാം. പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾക്ക്, അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് ഓഫ് കോഴ്സ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ POCയുടെ ബൈബിളിൻ്റെ ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് പറഞ്ഞു തരാം, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ കിട്ടാവുന്നേ ഉള്ളൂ. ബട്ട് എങ്കിൽ കൂടിയും അത് കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞാൽ. POCയുടെ മലയാളം ബൈബിളാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. ആ ആപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പഴയ നിയമം പുതിയ നിയമം എല്ലാം തിരിച്ച് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വചനങ്ങൾ വായിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറി നമുക്ക് വചനങ്ങൾ വായിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പം രാവിലെ വന്നത്. അപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധമായിട്ട്. അപ്പം
ഞാൻ ഓർത്തു അതിൻ്റെ ഒരു വിവരം തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. ഓക്കെ, അപ്പം നമുക്കിന്ന് വൈകിട്ട് 8 മണിക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാം. എല്ലാവരുമായിട്ട് നമുക്ക് സന്തോഷമായിട്ടൊന്ന് സംസാരിക്കാം. അതുപോലെ കുറച്ച് പ്രാർത്ഥിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്കതിനകത്ത് ആക്ടിവിറ്റി പോലെ നമുക്ക് ചെയ്യാം. മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് എനിക്കറിയത്തില്ല മറ്റുള്ള ഗ്രൂപ്പ് എങ്ങനെയാണെന്ന്. ബട്ട് എൻ്റെ ഗ്രൂപ്പിൽ, ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിരുന്നു. അല്ല, അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായമൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പറ്റുന്ന പോലെ, നമുക്ക് ഇപ്പോൾ 10 ആളെ വന്നുള്ളെങ്കിൽ 10 ആളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഈ വലിയൊരു സാക്ഷ്യം ലോകമെങ്ങും എങ്ങും അറിയിക്കാനുള്ള ഒരു വലിയ ദൗത്യം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. ഓക്കെ, സോ ഹാവ് എ വെരി ഗുഡ് ഡേ ആൻഡ് വിൽ ഡെഫിനറ്റ്ലി മീറ്റ് യു ഇൻ ദി ഈവനിങ് ഓർ 8 PM.